രാജ്യത്തെ അതിൻ്റെ മതേതര പാരമ്പര്യവും രാജ്യത്തെ അതിൻ്റെ ജനാധിപത്യ സ്വഭാവവും കാത്തുസൂക്ഷിച്ച് രാജ്യത്ത് മുന്നോട്ട് നയിക്കുന്നിടത്ത് നാളിതുവരെ അധികാരം പങ്കിട്ട നമ്മുടെ രാജ്യത്തെ സെക്കുലർ ഭരണകൂടങ്ങളുടെ കൈകളിൽ സംഭവിച്ച വീഴ്ചയുടെ സ്വാഭാവികമായ വിലയാണ് ഇന്ന് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് ഇന്ത്യ രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളുടെ ഒന്നാമത്തെ ഉത്തരവാദി രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫാഷിസത്തെക്കുറിച്ച് 100 നാക്കിൽ അല്ലെങ്കിൽ ധാരാളം നാക്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ മതേതര പാർട്ടികൾക്കാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തേക്ക് പോലും മോഡി ഇഫക്റ്റ് വന്നുകഴിഞ്ഞു. സംഘപരിവാർ അധികാരത്തിലുള്ള നാടല്ല കേരളം. സംഘപരിവാറിന് നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള നാടല്ല കേരളം. ഒരു വേള പ്രാദേശിക ഭരണ സംവിധാനങ്ങൾക്കപ്പുറത്തേക്ക് സംഘപരിവാറിന് കാലുകുത്താൻ കഴിയാത്ത ഒരു നാടാണ് അല്ലെങ്കിൽ സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്തിന്റെ വിവിധ തലങ്ങളിൽ വരെ മോഡി അല്ലെങ്കിൽ സംഘപരിവാറിന്റെ സ്വാധീനം ഏതാണ്ട് പൂർണ്ണമായി അല്ലെങ്കിൽ വലിയ ഒരളവിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ മീഡിയകളിൽ അതിൻ്റെതായ ഒരുപാട് പ്രതിഫലനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പോലീസ് സംവിധാനത്തിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ദർശിക്കേണ്ടതായിട്ട് വരുന്നു. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടത്തോട് വിയോജിക്കുന്നു എന്നത് തന്നെ രാജ്യദ്രോഹമായി മാറുന്ന ഒരു സാഹചര്യം ഒരു വേള ഇന്ത്യയിൽ സംഘപരിവാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുണ്ടാകാം. പക്ഷേ അത് കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ കോഴിക്കോട് പട്ടണത്തിൽ നടത്തിയ പ്രകടനവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി കഴിഞ്ഞത്. കേരളത്തിലെ പോലീസ് പോലും യഥാർത്ഥത്തിൽ ഒരു വലിയ വിഭാഗം കേരളത്തിലെ സമൂഹത്തോട് ഭരണകൂടത്തോട് വിയോജിക്കുന്നവരെ കുറിച്ച് രോഹിത് വെമുലയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നവരെ കുറിച്ച്, അതുപോലെ തന്നെ മോദി ഗവൺമെന്റിനോട് വിയോജിക്കുന്നവരെ കുറിച്ച് ദേശദ്രോഹികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണകൂടം മാത്രമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിലെ സെക്യുലർ ഭരണ സംവിധാനം നിലനിൽക്കുന്ന കേരളത്തിലെ പോലീസിന്റെ കൂടി ഭാഷ്യം ആ സ്വഭാവത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. നാട് ഏത് എന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ നാട്, അല്ലെങ്കിൽ നെഹ്റുവിന്റെ നാട്, അല്ലെങ്കിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ രൂപകൽപ്പന നൽകിയ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകുന്ന നാട്, അതല്ലെങ്കിൽ അബുൽ കലാം ആസാദിനെ പോലെയുള്ള ആളുകൾ പോരാടി നേടിയ സ്വാതന്ത്ര്യം നേടിയ നാട് എന്നിടത്ത് നിന്ന് നാഥുറാൻ ഗോഡ്സെയുടെ നാട് എന്നിടത്തേക്ക് ഇന്ത്യ മാറി എന്നതാണ് സമകാലിക ഇന്ത്യ നമ്മെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വസ്തുത എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നാഥുറാൻ ഗോഡ്സെ ഒരുപക്ഷെ മോദിയുടെ ഇന്ത്യയിലെ രാഷ്ട്രപിതാവായി അവരോധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മരണപ്പെട്ടത് ബലിദാന ദിനമായി ആചരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളോട് വളരെ നിസ്സംഗമായ, വളരെ നിശബ്ദമായ മൗനത്തോടുകൂടിയുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടല്ല, അദ്ദേഹം ഊരുചുറ്റുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലെന്നെല്ലാം നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിൽ അധികാരത്തിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് കടന്നുവന്ന ഈ രാജ്യത്തെ ജനപ്രതിനിധികളാണ് രാജ്യത്തിന്റെ വൈവിധ്യത്തെ നിരാകരിക്കുന്ന ഒരു ഏകശില സമൂഹത്തെ നിർമ്മിച്ചെടുക്കുന്നതിനാവശ്യമായ സ്വഭാവത്തോടുകൂടിയുള്ള പ്രസ്താവനകളും അതുപോലെ തന്നെ ആ അർത്ഥത്തിലുള്ള പ്രകോപനപരമായ പ്രഭാഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഒരുപാട് പ്രസ്താവനകൾ, രാജ്യത്തിന്റെ വൈവിധ്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന വർത്തമാനങ്ങൾ. നിങ്ങൾക്ക് മദ്രസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണമോ എങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോളോ, അവിടെ നിന്ന് തുടങ്ങിയിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 3-ലധികം മക്കളുണ്ടോ, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോളോ. ഇതൊരു രാജ്യത്ത് ഏതെങ്കിലും ഒരു സംഘപരിവാറിന്റെ ഒരു നേതാവിന്റെ പ്രസ്താവനയല്ല. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ കൂടെ സത്യപ്രതിജ്ഞ നടത്തി അധികാരത്തിലിരിക്കുന്ന പാർലമെന്റ് മെമ്പറുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളാണ് എന്നെന്റെ സഹോദരങ്ങൾ അറിയണം. അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് രാജ്യത്ത് സാധാരണക്കാരന്റെ ഭക്ഷണത്തിൽ വരെ അവർ കൈവച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ബീഫ്
കഴിക്കണമോ നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാം, ബീഫ് കഴിക്കണമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകാം. ഈ സ്വഭാവത്തിലാണ് പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം സാക്ഷി മഹാരാജ് എന്ന് പറയുന്ന ഒരു മഹാരാജാവ് അവരുടെ എംപിമാരുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം അങ്ങനെ തന്നെയാണ് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുക. അദ്ദേഹമാണ് ഒരു ഘട്ടത്തിൽ പറയുന്നത് 3-ലധികം കുട്ടികൾ ഉണ്ടാകുന്നത് രാജ്യദ്രോഹമാണ്, വോട്ട് നിഷേധിക്കുവാൻ വരെ കാരണമായേക്കാവുന്ന തെറ്റായിട്ട് ഈ രാജ്യത്ത് പരിഗണിക്കപ്പെടണമെന്ന് പറയുന്നു. അതുകൊണ്ട് അദ്ദേഹം നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരുടെയും ആശ്രിതരായ ആളുകളോട് കൊടുക്കുന്ന നിർദ്ദേശം, നിങ്ങൾക്ക് 4 മക്കൾ ഉണ്ടാകണം, അതിൽ ഒന്ന് രാജ്യം കാക്കട്ടെ, മറ്റൊന്ന് രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ അംഗമാകട്ടെ, മറ്റൊരു അത് കഴിഞ്ഞപ്പോൾ ബംഗാൾ ഘടകത്തിൽ നിന്ന് പറഞ്ഞു 4 മക്കൾ പോരാ, അതിനപ്പുറം വേണം. UP ഘടകം അപ്പോഴേക്ക് അടുത്ത പ്രസ്താവന ഇറക്കി 4 പോരാ, അതിനപ്പുറത്തേക്ക് വേണം. അങ്ങനെ ധാരാളക്കണക്കിന് സന്താനങ്ങളുള്ള കുടുംബങ്ങൾക്ക് ഈ രാജ്യത്ത് നിന്ന് സാമ്പത്തിക സഹായം നൽകാൻ ഞങ്ങൾ സന്നദ്ധമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ എങ്ങനെയാണ് നേരിടാൻ ആഗ്രഹിക്കുന്നത്? ഭാരത് മാതാ കി ജയ് എന്ന് 100 വട്ടം വിളിച്ചാൽ നേരിടാവുന്നതാണോ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ? പരിഹരിക്കാവുന്നതാണോ ഇന്ത്യ 21ാം നൂറ്റാണ്ടിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ? ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ടോ, അതുപോലെ തന്നെ തൃശൂരമേന്തിക്കൊണ്ടോ, അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ തങ്ങളുടെ ആശ്രിതരായ ആളുകളെ പേറ്റുയന്ത്രമായി ഉപയോഗിച്ചുകൊണ്ടും രാജ്യത്തിന്റെ പ്രശ്നങ്ങളെ നേരിടാമെന്ന് സംഘപരിവാർ വ്യാമോഹിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് തീരാവുന്നതല്ല. അത്തരം ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ കഴിയുന്ന സ്വഭാവത്തോടുകൂടിയല്ല ഇന്ത്യ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ആ ഒരു സ്വഭാവത്തോടുകൂടിയാണ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു, അവരുടെ കൂടെയുള്ള ആശ്രിതരായ ആളുകൾ 10 വെറ്റാലും തീരുന്ന പ്രശ്നമല്ല സാക്ഷി മഹാരാജ് ഇന്ത്യയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വൈവിധ്യങ്ങൾക്ക് നേരെയാണ് ഇവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ജനവിഭാഗത്തോട്, അടിസ്ഥാന ജനവിഭാഗത്തോടാണ് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിന്റെ യുദ്ധത്തിന്റെ മുന നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുക. ഒരു ഭാഗത്ത് മുസ്ലിങ്ങളോടാണ്, ദലിതുകളോടാണ്, അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആദിവാസികളോടാണ്. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന ഗ്രന്ഥത്തിൽ തന്നെ അവരുടെ അടിസ്ഥാനപരമായ ശത്രുക്കൾ ആര് എന്ന് അവർ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഈ അർത്ഥത്തിൽ ഇത്തരത്തിൽ ഈ രാജ്യത്തെ രാജ്യമാക്കി രൂപപ്പെടുത്തിയെടുത്ത, രാജ്യത്തിന്റെ വൈവിധ്യത്തോടുകൂടി ഈ രാജ്യത്തെ നിർമ്മിച്ചെടുത്ത ഒരു വിഭാഗത്തോടാണ് തോക്ക് ചൂണ്ടിയിട്ട് രാജ്യദ്രോഹി എന്ന് ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരന്റെ തോക്കിന് നേരെ വിരുമാറി കാണിച്ച രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ നേരവകാശികൾക്ക് നേരെയാണ് ഈ രാജ്യത്തെ ഭരണകൂടം ഇപ്പോൾ തോക്ക് ചൂണ്ടി ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിക്ക് തരിയില്ല, അദ്ദേഹം അറിയാൻ തീരുമാനിച്ചിട്ടില്ല, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഊരു ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ഫലിതങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വേള പാർലമെന്റിൽ വരുമ്പോൾ പോലും അദ്ദേഹം സീറ്റ് ബെൽറ്റ് തപ്പി നോക്കാറുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഏത് ഘട്ടത്തിലും അദ്ദേഹം ഫ്ലൈറ്റിലാണല്ലോ. അറിയാതെയാണ് പലപ്പോഴും പാർലമെന്റിൽ ഏമാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രിയെയാണ് ഇന്ന് ഇന്ത്യ പേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അർത്ഥത്തിൽ ഭീതിപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ഭരിക്കുക എന്നതാണ് സംഘപരിവാർ ഈ രാജ്യത്ത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീകരമായ നിലപാട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഭീതിപ്പെടുത്തുക. അതുകൊണ്ടാണ് ഗർവാപ്പസി അവർ ആസൂത്രണം ചെയ്തത്. ഒരു ജനവിഭാഗത്തിന്റെ കോൺഫിഡൻസ് തകർക്കാൻ ഗർവാപ്പസി എന്ന് പറയുന്ന ഭരണകൂടത്തിന്റെ പിൻബലത്തോടുകൂടിയാണ് അവർ ഗർവാപ്പസിക്ക് നേതൃത്വം കൊടുത്തത്. അതിന്റെ അന്തിമമായ പരിണതി എന്ത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കണ്ടതാണ്. കേരളത്തിൽ പോലും എന്റെ ചില സുഹൃത്തുക്കൾ അതാഘോഷിക്കുവാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. നമുക്കറിയാം, പ്രവീൺ ഭായ് പഗാഡിയക്കും അതുപോലെ തന്നെ അമിത്ഷയ്ക്കും പഠിക്കുന്ന ടീച്ചർമാർ നമ്മുടെ കേരളത്തിലുമുണ്ട് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. പക്ഷേ അതെല്ലാം ഏതാണ്ട് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. ആ അർത്ഥത്തിലല്ല രാജ്യത്തെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും അവസാനം ബാബ രാംദേവ് വിളിച്ചു പറഞ്ഞത് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാത്തവനെ അവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് നിയമം ഇല്ലായിരുന്നുവെങ്കിൽ തലയറുക്കുമായിരുന്നു എന്ന്. എവിടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? രാജ്യത്ത് ഉത്തരവാദപ്പെട്ട ഒരു ഭരണകൂടത്തിന്റെ പ്രതിനിധീകരിക്കുന്ന, അവർക്കെല്ലാ അർത്ഥത്തിലുമുള്ള ധാർമ്മികമായി പിന്തുണ കൊടുക്കുന്ന ഒരു മതത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും അതിന്റെ
വിഭാഗത്തിന്റെ ആത്മീയതയെ ഏതോ അർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു മുഖ്യന്റെ മുമ്പിൽ നിന്നാണ്, അല്ലെങ്കിൽ നാവിൻ തുമ്പിൽ നിന്നാണ് ഇതുപോലുള്ള ഒരു പ്രസ്താവന വരുന്നത്. ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചിട്ടില്ല എങ്കിൽ, നിയമം ഇല്ലായിരുന്നുവെങ്കിൽ തലയെറുക്കുമായിരുന്നു എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. 2000-ഓളം വരുന്ന ആളുകൾ ഗുജറാത്തിന്റെ തെരുവോരങ്ങളിൽ വംശഹത്യ നടത്തിയത് ഗർഭപാത്രത്തിൽ നിന്ന് ചോരപ്പെയ്തെങ്കിൽ തൃശൂലം മുൻപിൽ കോർത്തുകൊണ്ട് ആർത്തട്ടഹസിച്ചത് ഈ രാജ്യത്ത് നിയമമില്ലാത്തത് കൊണ്ടായിരുന്നുവോ? ഞാൻ വിനയത്തോടുകൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ JNUവിലും അതുപോലെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും കൊച്ചുകുട്ടികളെ ക്രൂരമായി വേട്ടയാടിയത് ഈ രാജ്യത്ത് നിയമമില്ലാതിരുന്നത് കൊണ്ടായിരുന്നു. മുഹമ്മദ് അഖ്ലാഖിനെയും അതോടൊപ്പം തന്നെ മുഹമ്മദ് മജ്നൂമിനെയും ആസാദ് ഖാൻ എന്ന് പറയുന്ന 14 വയസ്സുള്ള കൊച്ചുകുട്ടിയെയും അതിക്രൂരമായി കൊന്ന് കെട്ടിത്തൂക്കിയത് ഈ രാജ്യത്ത് നിയമമില്ലാതിരുന്നതായി കൊണ്ടായിരുന്നു. അഥവാ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ അർത്ഥത്തിൽ ജനങ്ങളെ ഭീതിപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ അധികാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഈ രാജ്യത്ത് ഭരണകൂടം ആഗ്രഹിക്കുന്നത്. JNUവിലും സംഭവിച്ചതാണ്. JNUവിൽ ഞാൻ ചോദിക്കട്ടെ, JNUവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അഫ്സൽ ഗുരുവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. എന്തുകൊണ്ട് അഫ്സൽ ഗുരുവിന്റെ വിഷയം ചർച്ചയ്ക്കെടുത്തുകൂടാ? എന്തുകൊണ്ട് അതിനെക്കുറിച്ച്, അതിൽ ലംഘിക്കപ്പെട്ട പൗരാവകാശത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൂടാ? രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കുറ്റവാളികൾ നിങ്ങൾക്ക് വിചാരണ നടത്താം, അതുപോലെ തന്നെ തെറ്റായി രാജ്യത്തെ ജനവിഭാഗത്തിന് മുമ്പിൽ പറയാം, എന്നിട്ട് രാജ്യദ്രോഹപരമായ നിലപാടുള്ള ആളുകൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കഴുമരങ്ങളിൽ ഏറ്റപ്പെട്ട ഒരു വലിയ ജനവിഭാഗത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തിന്റെ പേരിലാണ് കഴുമരത്തിലെത്തപ്പെട്ടത്? അതിനകത്ത് വിവേചനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയുന്നു, പുതിയ വിദ്യാഭ്യാസത്തിന് ഈ സെക്യുലർ കേരളമെങ്കിലും സന്നദ്ധമാകണമെന്ന്. അങ്ങനെ നാം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു, ഒരുപാട് പന്തികേട് നമ്മുടെ രാജ്യത്തെ വിഷയങ്ങളോടുള്ള സമീപനങ്ങളിൽ, ഈ രാജ്യത്തെ ന്യൂനപക്ഷ ദളിത് വിഭാഗത്തോട്, ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗത്തോട് സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ലേ എന്ന യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ്. അഫ്സൽ ഗുരുവിന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ വിചാരണ എന്തായിരുന്നു? വിചാരണക്കൊടുവിൽ സുപ്രീം കോടതി കൊടുത്തിരുന്ന അതിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് എന്തായിരുന്നു? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അഫ്സൽ ഗുരുവുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനം സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന ഫൈനൽ ജഡ്ജ്മെന്റിൽ നമുക്ക് കാണാൻ കഴിയും 4-5 കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത്, there is no evidence that he is a member of a terrorist gang or terrorist organization. അദ്ദേഹം ഒരിക്കലും ഒരു ടെററിസ്റ്റ് ഗ്യാങ്ങിലോ അതല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനിലോ അഫ്സൽ ഗുരുവിനെ കാണാൻ കഴിയില്ല. നോ ഡയറക്റ്റ് എവിഡൻസ് ഓഫ് ഹിസ് ഇൻവോൾവ്മെന്റ് ഇൻ പാർലമെന്റ് അറ്റാക്ക്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് അഫ്സൽ ഗുരുവിന്റെ കാര്യത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. He did not murder anyone. അദ്ദേഹം ഒരാളെയും ഇന്നുവരെ വധിച്ചിട്ടില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം സുപ്രീം കോടതി അവസാനം കൊടുക്കുന്ന ജഡ്ജ്മെന്റിന്റെ അവസാനത്തെ വാക്യം ഇപ്രകാരമാണ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് വാസ് ടു സാറ്റിസ്ഫൈ ദ കളക്റ്റീവ് കോൺഷ്യൻസ്. അഥവാ അവസാനം നമ്മുടെ സുപ്രീം കോടതി അവസാനത്തിൽ കൊടുക്കുന്ന ജഡ്ജ്മെന്റിന്റെ അവസാനത്തെ വാചകം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റുന്നത് എന്ന് ഞാൻ വിനയത്തോടുകൂടി ചോദിക്കട്ടെ. എന്തുകൊണ്ട് ഒരു രാജ്യത്ത് ഒരു പൗരന് കൊടുത്ത മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൂടാ? അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എല്ലാ വിചാരണയ്ക്കും ശേഷം നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന ജഡ്ജ്മെന്റിൽ രാജ്യത്തിന്റെ പൊതുബോധമാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നതിന് കാരണമായത് എന്ന കൃത്യമായി ജഡ്ജ്മെന്റ് ഉണ്ട് എങ്കിൽ ആ പൊതുബോധത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് തൂക്കിലേറ്റപ്പെടുവാൻ ഇനി എത്ര പേരുണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിക്കണം. രാജ്യത്തിന്റെ പൊതുബോധം സംഘപരിവാർ സൃഷ്ടിക്കുന്ന പൊതുബോധമാണ്. ആ സംഘപരിവാർ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്ത് സാധാരണക്കാരനെതിരെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ നിയമ നടപടികൾ കൈക്കൊള്ളുന്നത് എങ്കിൽ ഞാൻ പറയുന്നു, ഇതൊരിക്കലും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഭയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ വരുതിയിൽ നിർത്തുന്ന സമീപനത്തിൽ നിന്ന് ഗവൺമെന്റ് പിറകോട്ട് പോകേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത്. പേടിപ്പിച്ചുകൊണ്ട് ഒരു ജനവിഭാഗത്തെ ഭരിക്കാൻ സാധ്യമല്ല. ബ്രിട്ടീഷുകാർക്കെങ്കിൽ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ അധിപന്മാരായ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ടു പോകേണ്ടി വരുമായിരുന്നില്ല. തോക്കും ബീരങ്കിയുമായിട്ട് തങ്ങളുടെ കമ്പനി സംവിധാനത്തോടുകൂടി ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാർക്ക് നാട് വിട്ടു പോകേണ്ടി വന്നത്
ഊതിത്തുപ്പുന്ന തോക്കിന്റെ മുമ്പിൽ ഒരു ജനവിഭാഗം അവരുടെ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിയതുകൊണ്ടാണ്. അത് മോദിക്കും ബാധകമാണ്. ഒരപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അതുകൊണ്ട് ദീർഘകാലം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഉൾക്കൊള്ളുവാൻ അവർ സന്നദ്ധമാകേണ്ടതാണ്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്നെ ഞാൻ പറയാം, ചെങ്കിട് താണ്ടിക്കടന്ന അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഈ നമ്രൂദ് ഒരുക്കിയ അഗ്നികുണ്ഡത്തെ മറികടന്ന ഒരു ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം 21ാം നൂറ്റാണ്ടിലും ഷേഖ് ഹസീനയുടെ ആരാച്ചാറെ അത്ഭുതപ്പെടുത്തി ആ കഴിമരത്തിലേക്ക് ഓടിക്കയറിയ ഷഹീദ് ഖമറുസ്സമാന്റെ പിൻഗാമികളെ സംബന്ധിച്ചിടത്തോളം വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അതിശക്തമായി സൈനികത്തോട് പടവരുതിയ അന്ധനായ ഷെയ്ഖ് അഹമ്മദ് യാസീന്റെ പിൻഗാമികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നു, കൽത്തുറങ്കം അതുപോലെ തന്നെ കെഴുമരവും കാണിച്ചുകൊണ്ട് ഇക്കിളിപ്പെടുത്തി ഒരു ജനവിഭാഗത്തെ നേളേറെ അടക്കി ഭരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത് ഞാൻ പറയുന്നു, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആധുനിക കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം മൗഢ്യമായ ചിന്താഗതിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആയുധം കൊണ്ട് ലോകത്തെ ഭരിക്കുന്ന, ബോംബ് കൊണ്ട് ലോകത്തെ നിർണ്ണയിക്കുന്ന, തൃശൂലം കൊണ്ട് രാജ്യത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. വിദ്യാഭ്യാസത്തിൽ കൈവച്ചതിന് ശേഷം വിദ്യാലയത്തിലേക്ക് ഫാസിസം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അങ്ങാടിയിൽ നിന്ന് അത് അടുക്കളയിലേക്ക് വന്നിരിക്കുന്നു, ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കുന്നു, എന്റെ ഭക്ഷണത്തിന്റെ നിർണയത്തിലേക്ക് വന്നിരിക്കുന്നു, അത് കാരിച്ചന്തയിലേക്ക് വന്നിരിക്കുന്നു, അത് സാധാരണക്കാരന്റെ കുടിലേക്ക് വന്നിരിക്കുന്നു. തങ്ങളോട് ഇഷ്ടപ്പെടാത്ത, തങ്ങൾക്ക് വഴങ്ങാത്ത ആളുകളെ ഒന്ന് കെട്ടിത്തൂക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. ആ ഫാസിസ്റ്റ് കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു ഭരണകൂടത്തിനും സാധ്യമല്ല എന്താണ് ഞാൻ പറയുന്നത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഒരു വലിയ വിഭാഗത്തിന്റെ ദേശസ്നേഹത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഞാൻ വിനയത്തോടുകൂടി പറയുന്നു, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം. ആരോടാണ് രാജ്യസ്നേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്? രാജ്യത്തെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്? അധികാരത്തിൽ ഇരിക്കുമ്പോഴല്ല രാജ്യസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. രാജ്യം അപകടപ്പെടുമ്പോഴാണ് രാജ്യത്തോടുള്ള സ്നേഹവും അതുപോലെ തന്നെ കൂറും പ്രതിബദ്ധതയും നമുക്ക് മനസ്സിലാക്കുക. ഇന്ത്യ രാജ്യം അപകടപ്പെട്ട ഒരു ഘട്ടമുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സൂര്യനെ സ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ അധിപന്മാർ കൈയടക്കി വെച്ച ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ രാജ്യസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു എന്ന് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഞാൻ പറയുന്നു, നിങ്ങൾ അന്ന് വിടെയായിരുന്നു, നിങ്ങളെ അന്ന് ഈ രാജ്യത്ത് കണ്ടിട്ടില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ അർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ജീവൻ ബലി കൊടുത്തുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയ ഒരു ജനവിഭാഗത്തോട് രാജ്യസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കരുത്. അവർക്ക് രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനെ കുറിച്ച് മോദി സർക്കാർ വ്യാകുലപ്പെടരുത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ മഹാന്മാരുടെ പിൻഗാമികളാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന സാധാരണക്കാർ. മുഹമ്മദ് അലി മൗലാന, മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ച് നാം ചരിത്രത്തിൽ നിന്ന് വായിക്കണം. അദ്ദേഹം രോഗശയ്യയിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹം ലണ്ടനിലേക്ക് വണ്ടി കയറുന്നത്, അഥവാ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ. ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തോട് ഡോക്ടർമാർ പറയുന്നുണ്ട്, അങ്ങൊരിക്കലും ഇപ്പോൾ പുറപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വിശ്രമിക്കേണ്ടുന്ന സമയമാണ്. അദ്ദേഹം അത്തരത്തിലുള്ള അഭ്യർത്ഥനകളെ അവഗണിച്ചുകൊണ്ടാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ അന്ന് ലണ്ടനിലേക്ക് വാഹനം കയറുന്നത്. അന്നതിന് ശേഷം പാരീസിൽ അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിച്ച് എന്നിട്ട് അദ്ദേഹം വീണ്ടും ചികിത്സ തേടി വീണ്ടും അദ്ദേഹം ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നു. ഇന്ത്യ രാജ്യത്തെ ജനവിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്നിട്ട് വെള്ളക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, 7 നാഴിക ദൂരം പിന്നിടാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. 7 നാഴിക ദൂരം പിന്നിടാൻ കഴിയാത്ത അവസ്ഥയിൽ എന്നിട്ട് ഞാൻ 7000 നാഴിക പിന്നിട്ട് കടലും കരയും താണ്ടി ഇവിടെ വന്നിരിക്കുന്നത് എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. എന്റെ വിശ്വാസത്തിന്റെ കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, ഒന്നാമതായി ഞാൻ മുസൽമാനാണ്, രണ്ടാമതായി ഞാൻ മുസൽമാനാണ്, മൂന്നാമതായി ഞാൻ മുസൽമാനാണ്. എന്റെ രാജ്യത്തിന്റെ സുരക്ഷയുടെ രാജ്യത്തെക്കുറിച്ചും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമാണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ അദ്ദേഹം പറയുന്നു,
പറയുന്നുണ്ട്, ഒന്നാമതായി ഞാൻ ഇന്ത്യക്കാരനാണ്, രണ്ടാമതായി ഞാൻ ഇന്ത്യക്കാരനാണ്, മൂന്നാമതായി ഞാൻ ഇന്ത്യക്കാരനാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒന്നുകിൽ എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകുക, അല്ലെങ്കിൽ അടിമത്തം പാറുന്ന അസ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഇന്ത്യയിൽ എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല. ഒന്നുകിൽ 6 അടി മണ്ണ്, ഇല്ലെങ്കിൽ എന്റെ നാടിന്റെ സ്വാതന്ത്ര്യം എന്നാവശ്യപ്പെട്ട. എന്നിട്ട് 32 കോടി ജനതയുണ്ട് ഇന്ത്യയിൽ, നിങ്ങൾക്ക് മനോധൈര്യമുണ്ടോ? വെള്ളക്കാരന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് അദ്ദേഹം. നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ട്, നിങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട്, നിങ്ങൾക്ക് മനോധൈര്യമുണ്ടോ 32 കോടി ഇന്ത്യൻ ജനവിഭാഗത്തെ വെടിവെച്ച് വീഴ്ത്താൻ? എങ്കിൽ ഞാനിതാ വിരുമാറ് കാണിക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾക്ക് മനോധൈര്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ മക്കളോട്, മുഹമ്മദ് അഖ്ലാഖിനോട് രാജ്യസ്നേഹത്തെക്കുറിച്ച് ചോദിക്കാൻ ഈ രാജ്യത്തെ മോദി സർക്കാരിന് കഴിയില്ല. നിങ്ങൾക്കറിയില്ലേ, കേരളത്തിലേക്ക് വരാം. കേരളത്തിലേക്ക് വന്നാൽ നിരവധി വ്യക്തിത്വങ്ങളുടെ നീണ്ട നിരയുണ്ട്. ഞാൻ പറയുന്ന പട്ടികയുടെ കൂടെ ഒരു 4 ആളെ പേര് പറയാൻ മോദിയുടെ പിൻഗാമികൾക്ക് സാധ്യമാണോ? ഞാൻ വിനയത്തോടുകൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാം, സാമൂതിരി രാജാവിന്റെ കൂടെ നിന്ന് പടപൊരുതിയ, നിങ്ങൾക്കറിയാവുന്നതുപോലെ പടപൊരുതുന്നത് ഈ രാജ്യത്ത് ജിഹാദാണെന്ന് പ്രഖ്യാപിച്ച, നിങ്ങൾക്കറിയാവുന്നതുപോലെ ബഹുമാന്യനായ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും രണ്ടാമനും തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ വിശദമായി അത് വിശദീകരിക്കുന്നുണ്ട്. സാമൂതിരിയോടൊപ്പം നിന്ന് പറങ്കിപ്പടയോട് പടവെട്ടുന്നത് രാജ്യത്തിന്റെ വേണ്ടിയുള്ള ജിഹാദാണെന്ന് പ്രഖ്യാപിച്ച ഒരു ജനവിഭാഗത്തോട് രാജ്യസ്നേഹത്തെക്കുറിച്ച് അമിത്ഷാ സംസാരിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ലേ, മിഷ്കാത്ത് പള്ളിയുണ്ട്, വെളിപ്പാടകലെ ചരിത്രമുറങ്ങുന്ന പള്ളി. ആ പള്ളിക്കകത്ത് സാമൂതിരി കുടുംബത്തിന്റെ താല്പര്യപ്രകാരം ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗം ചേരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചാലിയം കോട്ട പിടിച്ചടക്കാൻ വരുന്ന പറങ്കിപ്പടയെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ചായിരുന്നു. അന്ന് പറങ്കിപ്പടയെ പിടിച്ചടക്കുന്നതിന് വേണ്ടി അതിശക്തമായി പോരാട്ടം നടക്കുമ്പോൾ ആ പറങ്കിപ്പടയോട് പടപൊരുതിയതിൽ ഫത്ഹുൽ മുബീൻ രചിച്ച ബഹുമാന്യനായ ഖാദി മുഹമ്മദ് ഉണ്ടായിരുന്നു. അഥവാ പാണ്ഡിത്യത്തിന്റെ ഗരിമയിൽ പടച്ചട്ടയണിഞ്ഞ പറങ്കിപ്പടയോട് പടവെട്ടിയ ഈ ധീരയോദ്ധാക്കളുടെ മക്കളോട് നിങ്ങൾ രാജ്യസ്നേഹത്തെക്കുറിച്ച് ചോദിക്കരുത് സഹോദരന്മാരെ. അന്നത്തെ പുസ്തകം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫത്ഹുൽ മുബീൻ ഇസ്സാമിരി അല്ലദീ യുഹിബ്ബുൽ മുസ്ലിമീൻ എന്ന പേരിലാണ് ആ പുസ്തകം പുറത്തിറക്കപ്പെട്ടിരിക്കുന്നത്. ആ ഖാദി മുഹമ്മദിന്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയില്ലേ, മമ്പുറം ഫസൽ പൂക്കോയ തങ്ങളെ കുറിച്ച് അന്ന് മലബാറിലെ കളക്ടർ HV കൊണാടി അന്ന് മദ്രാസ് ഗവർണർക്ക് എഴുതുകയുണ്ടായി. അദ്ദേഹം എഴുതിയത് മറ്റൊന്നുമല്ല, തങ്ങൾ ഈ പറയുന്ന തങ്ങളെ കുറിച്ച് പറയുന്നത്, മമ്പുറം ഫസൽ പൂക്കോയ തങ്ങളെ കുറിച്ച് പറഞ്ഞത്, തങ്ങൾ എല്ലാവിധത്തിലും അപകടകാരിയാണ്, പോലീസുകാർ തങ്ങൾക്കെതിരെ നിസ്സഹായരാണ്, അത് കോഴിക്കോട് പോലീസിനും ബാധകമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദർശത്തിന്റെ അടിത്തറകളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ പോരാട്ടത്തോട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിവേചനപരമായ സമീപനം ഒരു ഉദ്യോഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് ഇന്ത്യയാണ്, ഇന്ത്യക്കാരുടേതാണ്. ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ്. ആ വൈവിധ്യത്തെ തകർത്ത ഏകശിലാ സമൂഹത്തെ പണിതുയർത്താനുള്ള ശ്രമം, സംഘപരിവാറിന്റെ ശ്രമത്തിനെതിരെ അതിശക്തമായ കൂട്ടായ്മ ഈ രാജ്യത്ത് അനിവാര്യമാണ്. അതുകൊണ്ട് അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്, പോലീസുകാർ തങ്ങൾക്കെതിരെ നിസ്സഹായരാണ്, അദ്ദേഹം സാമ്രാജ്യത്വത്തിനുള്ളിലെ സാമ്രാജ്യത്വമാണ് എന്ന് ആ ഘട്ടത്തിൽ അന്ന് കലക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുകയാണ്. സാമ്രാജ്യത്വത്തിനുള്ളിലെ സാമ്രാജ്യത്വം അഥവാ ആയുധമണിഞ്ഞ സായുധ സജ്ജനായ ആ വലിയ ജനവിഭാഗത്തോട് ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ ഒരൊറ്റ സാമ്രാജ്യമായി പൊരുതാൻ അദ്ദേഹത്തിന് സാധിച്ചോ? ആ തങ്ങളേതാണെന്ന് ചോദിച്ചാൽ ആ ദൈവങ്ങൾക്ക് മുമ്പിൽ സ്പ്രിംഗ് പോലെ ഏത്തമിടുന്ന തങ്ങളല്ല. ജന്മിമാരുടെ ഉച്ചിഷ്ടം ഭക്ഷിക്കരുതെന്നും അവരെ അങ്ങുന്നു എന്ന് വിളിക്കരുത് എന്നും സാധാരണക്കാരനോട് ആഹ്വാനം ചെയ്ത തങ്ങളാണ്. ജന്മിമാരെ അങ്ങുന്നെന്ന് വിളിക്കരുത്, അവരുടെ ഉച്ചിഷ്ടം നിങ്ങൾ കഴിക്കരുത് എന്ന് അന്ന് സാധാരണക്കാരോട് ആഹ്വാനം ചെയ്ത മമ്പുറം ഫസൽ പൂക്കോയ തങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയണം, അന്ന് പാകിസ്ഥാനിലേക്കല്ല ഇന്ത്യയിൽ നിന്ന് നാടുകടത്തി നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ, ബ്രിട്ടീഷ് രാജിനെതിരെ പൊരുതിയതിന്റെ പേരിൽ മറന്നുപോകരുത്. ചരിത്രം ഓർമ്മപ്പെടുത്തേണ്ടതായിട്ട് വരാം. ഞാൻ പറയും,
പറയുന്നു, വരാനിരിക്കുന്ന നാളുകൾ എന്ന് പറയുന്നത് രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് അലമാരയിൽ വെച്ചവരോട് ചരിത്രത്തെ ഓർമ്മപ്പെടുത്താനുള്ള നാളുകളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയില്ലേ ഉമർ ഖാദിയെ കുറിച്ച് ആരാണ് ആദ്യം നികുതി നിഷേധ പ്രസ്ഥാനം നടത്തിയത്? ഗാന്ധിജിക്കും മുമ്പ് നികുതി പിരിക്കാൻ വന്ന ഉദ്യോഗസ്ഥരോട് അന്ന് ഉമർ ഖാദി പറയുന്നുണ്ട്, വെളിയങ്കോട് ഉമർ ഖാദി പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, ടിപ്പുവിനെ വധിച്ച, അതുപോലെ തന്നെ കൊച്ചി സാമൂതിരി രാജവംശത്തെ തകർത്ത, ടിപ്പുവിനെ വധിച്ച കൊച്ചി, അതുപോലെ തന്നെ ഈ രാജ്യത്ത് സാമൂതിരി രാജവംശത്തെ തകർത്ത ബ്രിട്ടീഷുകാരുടെ എച്ചിലിന് വേണ്ടി ഏർപ്പാട് നിങ്ങൾ നിർവഹിക്കരുത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന്റെ ഭൂമിയാണ്, ഭൂമിയുടെ ഉടമ ദൈവം നമ്പുരാനാണ്, അതുകൊണ്ട് ദൈവത്തിന്റെ ഭൂമിക്ക് ബ്രിട്ടീഷുകാരന് നികുതി കൊടുക്കാൻ ഞാൻ സന്നദ്ധമല്ല എന്ന് അന്ന് ഉമർ ഖാദി പ്രഖ്യാപിച്ചു. അത്തരത്തിൽ സ്വാതന്ത്ര്യബോധമുള്ള, ആത്മാഭിമാനമുള്ള ഒരു ജനവിഭാഗത്തിന് ജന്മം നൽകിയ ഒരു സമൂഹത്തോട് രാജ്യക്കൂറിനെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നത് അതിരുകടന്ന കൈയാണ് എന്നോർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ നിലമ്പൂരിന്റെ മറ്റൊരറ്റത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് എന്നിട്ട് ചങ്ങലകളിൽ ബന്ധിപ്പിച്ച അദ്ദേഹത്തെ മഞ്ചേരിയിലൂടെ കൊണ്ടുവരുമ്പോൾ ചരിത്രം പറയുന്നു, ആബാലവൃദ്ധൻ ജനങ്ങൾ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ നോക്കി നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആ അർത്ഥത്തിൽ ഭാരതമാതാക്കി ജയ് എന്ന് വിളിച്ചതിന്റെ പേരിലല്ല ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് ബ്രിട്ടീഷുകാരൻ കെട്ടുകെട്ടണം എന്ന് പറഞ്ഞതിന്റെ പേര്. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന കോട്ടക്കുന്നിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ വെടിവെച്ച വധശിക്ഷക്ക് വിധിച്ച് വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്കുള്ള അവസാനത്തെ ആഗ്രഹം എന്താണ് എന്ന്. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത്, എന്റെ ചെങ്ങലയൊന്ന് അഴിക്കണം നിങ്ങൾ. എന്നിട്ട് ചെങ്ങല അഴിച്ചു മാറ്റിയപ്പോൾ അദ്ദേഹം പട്ടാളക്കാരോട് പറഞ്ഞു, നിങ്ങൾ വിധി നടപ്പാക്കുക, ആ വിധി നടപ്പാക്കുമ്പോൾ എന്റെ വിരിമാറിലേക്കാണ് നിങ്ങൾ വെടിയുതിർക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വെള്ളക്കാരന്റെ മുഖത്ത് നോക്കി ജനിച്ച നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വിരിമാറ് കാണിച്ചു കൊടുത്ത, ഇതാ ഇങ്ങോട്ട് വെടിവെച്ചോളൂ എന്ന് പറഞ്ഞ വാരിയംകുന്നത്തിന്റെ മക്കളോട് രാജ്യസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിലും അത്തരം അലയൊലികൾ വരുന്നുണ്ട്. അമിത്ഷയ്ക്ക് പഠിക്കുന്ന ടീച്ചർമാർ നമ്മുടെ കേരളത്തിലുണ്ട്. വിനയത്തോടുകൂടി പറയുന്നു, രാജ്യത്തിന്റെ വൈവിധ്യത്തിനെതിരെ നമ്മൾ സംസാരിക്കരുത്, രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്കെതിരെ നമ്മൾ സംസാരിക്കരുത്. ആദമിന്റെ മക്കളാണ് മനുഷ്യരെല്ലാം എന്ന് പഠിപ്പിക്കുന്ന ഒരു ദർശനത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ. ഇസ്ലാമിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിനെ മൗലികമായി സമീപിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ദൈവത്തിന്റെ അടിയാറുകളാണ് മനുഷ്യർ, ആദമിന്റെ മക്കളാണ് മനുഷ്യർ. അവരോട് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യവും രാജ്യത്ത് നിലനിൽക്കാൻ പാടില്ല. അതിന്റെ നിരാകരണത്തിന് വേണ്ടി അതിശക്തമായി പോരടിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു തത്വശാസ്ത്രത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെയുള്ള പോരാട്ടം ഒറ്റക്കെട്ടായി രൂപപ്പെടേണ്ടതുണ്ട്. ഐഡിയോളജിക്കലായ പോരാട്ടം. ഞാൻ പറഞ്ഞുവല്ലോ, ആ പോരാട്ടം കയ്യൂക്കിന്റെ ശൈലിയിലല്ല, പ്രകോപനത്തിന്റെ ശൈലിയിലല്ല, വൈകാരികത കടിപ്പെട്ടുകൊണ്ടല്ല, രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും ഈ രാജ്യത്ത് ജനിച്ചു വീണ മനുഷ്യരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് ഈ രാജ്യത്ത് തുടക്കം കുറിക്കേണ്ടതുണ്ട്. ഞാൻ തുടക്കം മുതൽ ഈ പരിപാടി വീക്ഷിച്ചപ്പോൾ ഓരോരുത്തരും സംസാരിച്ചത് സംഘപരിവാറിന്റെ കടന്നാക്രമണത്തിനെ കുറിച്ചുള്ള ശക്തമായ സർഗാത്മകമായ ചെറുത്തുനിൽപ്പിനെ കുറിച്ചുള്ള സംസാരമാണ്. അത്തരം ഒരു ചെറുത്തുനിൽപ്പ് പോരാട്ടത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനം ആശയപരമായ അതിന്റെ പങ്ക് നിർവഹിക്കാൻ സന്നദ്ധമാണ്. ജനാധിപത്യപരമായ പോരാട്ടം, അതുപോലെ തന്നെ സമാധാനപരമായ പോരാട്ടം. ഞാൻ പറയുന്നു, അത് ചരിത്രത്തിൽ വിജയം കൊണ്ട പോരാട്ടമാണ്. ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ ഗാന്ധിജി അനുസ്മരിക്കപ്പെടുന്നത്, അതുപോലെ തന്നെ അബുൽ കലാം ആസാദ് അനുസ്മരിക്കപ്പെടുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയുധത്തോട് അതിശക്തമായി അവർ മുഖാമുഖം നിന്ന് പോരാടി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത്തരത്തിലുള്ള പോരാട്ടത്തിന്റെ സമകാലിക ആവർത്തനം ജനാധിപത്യ സംവിധാനത്തിലൂടെ നിർവഹിക്കാൻ എന്റെ പ്രിയപ്പെട്ട
പ്രബുദ്ധ കേരളമേ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ തത്വശാസ്ത്രത്തിലേക്ക് നിങ്ങൾ തിരിയണം. സോഷ്യലിസ്റ്റുകളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ തത്വശാസ്ത്രത്തിലേക്ക് നിങ്ങൾ തിരിയണം. അതുപോലെ തന്നെ മതമുള്ളവരോട് ഞാൻ പറയുന്നു, മതത്തിന്റെ ദർശനത്തിലേക്ക് നിങ്ങൾ തിരിയണം. അതിനകത്തൊരു മനുഷ്യനുണ്ട്, അതിനകത്തൊരു മനുഷ്യത്വമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് മനുഷ്യർക്ക് വേണ്ടിയും മനുഷ്യത്വത്തിന് വേണ്ടിയും ഏതളവിൽ നമുക്ക് കൈകോർക്കാൻ കഴിയും എന്നിടത്താണ് നമ്മുടെ ചിന്ത യഥാർത്ഥത്തിൽ രൂപപ്പെട്ടു വരേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ള ദർശനത്തിനകത്ത് മനുഷ്യരില്ല എങ്കിൽ ഞാൻ പറയുന്നു, ആ ദർശനം ഈ കാലഘട്ടത്തിന് അനുയോജ്യമല്ല എന്ന്. നിങ്ങളുടെ കയ്യിലുള്ള ദർശനത്തിൽ മനുഷ്യനോ അതുപോലെ തന്നെ മൗലികാവകാശങ്ങളോ യഥാർത്ഥത്തിൽ പരിഗണിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിനുവേണ്ടിയുള്ള ഈ കാലഘട്ടത്തിന്റെ പോരാട്ടം അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കൊച്ചു കേരളത്തിലും ചില മാറ്റങ്ങൾ ദൃശ്യമായി കൊണ്ടിരിക്കുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ താമര വിരിയും, കേരളത്തിൽ താമര വിരിയും എന്ന രീതിയിലുള്ള ഒരുപാട് പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, താമര വിരിയാനുള്ള അത്യാവശ്യം ചേറും ചെളിയും UDFന്റെ കുളത്തിലുമുണ്ട്, LDFന്റെ കുളത്തിലുമുണ്ട്. ഏത് കുളത്തിൽ താമര വിരിഞ്ഞാലും ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്, പിന്നെ കുളമുണ്ടാകില്ല, താമരയെ ഉണ്ടാവുകയുള്ളൂ എന്ന് UDFന്റെയും LDFന്റെയും ഉത്തരവാദപ്പെട്ട ആളുകൾ ഓർക്കുന്നത് നല്ലതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സവർണ പൊതുബോധത്തിൽ അധിഷ്ഠിതമായ സമീപനങ്ങളിൽ നിന്നാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിന്റെ അധികാരാരോഹണം എളുപ്പമായത് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. അതുകൊണ്ട് ചുവപ്പിനൽപ്പം, അതുപോലെ തന്നെ ത്രിവർണ്ണ പതാകയിലെ കുങ്കുമത്തിനൽപ്പന ഒരു വർണ്ണത്തിനൽപ്പം കുങ്കുമത്തിളക്കം വരുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഒരുമിച്ച് ഒരു വലിയ പ്ലാറ്റ്ഫോം നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നന്മക്കും അതുപോലെ തന്നെ ധർമ്മത്തിനും വേണ്ടിയുള്ള അജണ്ടയുടെ അടിസ്ഥാനത്തിലുള്ള മിനിമം കോമൺ പരിപാടിയുടെ അടിസ്ഥാനത്തിലുള്ള മുന്നേറ്റത്തിന്റെ പ്ലാറ്റ്ഫോമാണ്. അത്തരം ഒരു പ്ലാറ്റ്ഫോമിനകത്ത് നിന്നുകൊണ്ട് പോരടിക്കുവാനും അതുപോലെ തന്നെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ജനവിഭാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിവേചനത്തിന്റെ അടിസ്ഥാനമായി വർത്തിക്കുന്ന ഘടകങ്ങളെ ഏതാണ്ട് പരാജയപ്പെടുത്തുവാനും പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സമൂഹത്തെയും കുടിച്ചുമൂടിക്കൊണ്ട് ഒരു ദർശനത്തിന് ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്ന് ചരിത്രത്തെക്കുറിച്ചുള്ള വിവരമില്ലായ്മയാണ്. മുഹമ്മദ് അഖിലാഖിനെ കുഴിച്ചുമൂടിയതുകൊണ്ടോ, അതല്ലെങ്കിൽ മുഹമ്മദ് മജ്ലൂമിനെ കുഴിച്ചുമൂടിയതുകൊണ്ടോ, അതല്ലെങ്കിൽ ആസാദ് ഖാൻ എന്ന് പറയുന്ന കൊച്ചുപയ്യനെ കഴുത്ത് നെരിച്ചു കൊന്ന് എന്നിട്ട് മരത്തിന്റെ കമ്പിൽ തൂക്കി എന്നിട്ട് അവനെ കുഴിച്ചുമൂടിയതുകൊണ്ടോ നിങ്ങൾ ഭയപ്പെടുന്ന ഐഡിയോളജിയെ കുഴിച്ചുമൂടാൻ സാധ്യമല്ല എന്ന ചരിത്ര വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ടാകേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നു, ചരിത്രത്തിൽ എന്നെല്ലാം ഒരാദർശത്തിന്റെ പേരിൽ ഒരു ജനവിഭാഗം കുഴിച്ചുമൂടപ്പെട്ടിട്ടുണ്ടോ അവർ മുറച്ചു പൊന്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ കുഴിച്ചുമൂടിക്കൊണ്ടിരിക്കുന്നതെല്ലാം അതിശക്തമായ രീതിയിൽ മുളച്ചു പൊങ്ങാൻ പോവുകയാണ്. എന്നിട്ടത് വളരാം, എന്നിട്ടത് വടവൃക്ഷമാകാം, എന്നിട്ടതിൽ പൂക്കളും പഴങ്ങളും ഉണ്ടാകാം. ഒരുപക്ഷെ ജാള്യത മറക്കാൻ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫാഷിസത്തിന്റെ കൊടുംചൂടിൽ നിന്ന് ആ മുളച്ചു പൊങ്ങി എന്നിട്ട് വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഫാഷിസത്തിന്റെ കൊടുംചൂടിൽ നിന്ന് ആളുകൾ തണലെ ആഗ്രഹിക്കാം. നിങ്ങളതിനെ എതിർത്താൽ അത് നിങ്ങൾക്ക് മുകളിൽ പൂമഴ വർഷിക്കാം. നിങ്ങളതിനെ കല്ലെറിഞ്ഞാൽ അത് നിങ്ങൾക്ക് പഴുത്ത പടങ്ങൾ നൽകാം. എന്ന വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട്, ചരിത്ര വിദ്യാഭ്യാസത്തിന്റെ തിരുമുറ്റത്തിൽ നിന്നുകൊണ്ട്, അതുപോലെ തന്നെ അതിക്രമത്തിൽ അധിഷ്ഠിതമായ നാഗരികതകളുടെ പതനത്തിന്റെ പാതയോരത്തിൽ നിന്നുകൊണ്ട് ഈ
പാതിരാവിനെ സാക്ഷി നിർത്തി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, മാറ്റം വരും അനിവാര്യമാണ്. ആ മാറ്റത്തിന്റെ തിരികൊളുത്തുന്നത് ഒരുപക്ഷെ JNUവിൽ നിന്നാകാം, അല്ലെങ്കിൽ ഹൈദരാബാദിൽ നിന്നാകാം, അതിന്റെ കനലെരിയുന്ന ഒരുപക്ഷെ കോഴിക്കോട്ടെ തെരുവോരത്തിൽ നിന്നുമാകാം. അതൊരു സമരജ്വാലയായി ആളിക്കത്തുമ്പോൾ ആ സമരയോജ്വാലയെ ഐഡിയോളജിക്കലായി നേരിടുവാൻ ഈ രാജ്യത്തെ സംഘപരിവാറിന് സാധിക്കണം. ഇത് അറദിന അന്നുഖിലിക ഖറിയത്തൻ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹക്ക അലൈഹിൽ ഖൗൽ ഫദമ്മർനാഹാ തദ്മീറാ. വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വാക്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ പ്രഭാതത്തെക്കുറിച്ച്, ഒരു പുതിയ ആകാശത്തെക്കുറിച്ച്, ഒരു പുതിയ ഭൂമിയെക്കുറിച്ച്, അതിനാവശ്യമായ ഒരു പുതിയ സമരനിരയെക്കുറിച്ച്, ഒരു പുതിയ ചിന്തക്ക് നാന്ദി കുറിക്കട്ടെ എന്ന്, ഒരുപക്ഷെ ഇത് അത്തരത്തിലുള്ള തുടക്കത്തിന്റെ തുടക്കമാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം